പരമാവധി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം പണിയെടുക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഈ സോപ്പ് പൊടിയില്ലേ, സോപ്പ് പൊടീൻ്റെ ബാഗില്ലേ, ഇത് വേണ്ട. ഈ സോപ്പ് പൊടീൻ്റെ ബാഗ് ഞാൻ ഇതേപോലെ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓട്ടയാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, വട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം പിന്നെ ഞാൻ ഇതിൽ നമുക്ക് ലേശം ഈ ബീറ്റ്റൂട്ട് ഉണ്ടേ, ഇത് കുറച്ച് നട്ടു നോക്കാമല്ലോ. ഇതിലും എങ്ങനെയാകും നോക്കാമല്ലോ. ഞാൻ നടുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം കരിയിലിട്ടു അടിയിൽ. അതെന്തിനാ വെച്ചാൽ ഈ വെള്ളം അടിയിലോട്ട് വെള്ളം പാർന്നു പോയാൽ ആടെ കെട്ടി നിന്നാൽ ഇതിന് തകരാറാണ്. അതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ അടിയിൽ ലേശം ഉണക്കച്ചപ്പിടുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ചേ വേണ്ടു, കുറച്ച് ഇടുക. അതെന്ന് വെച്ചാൽ ഈ ഉണക്കച്ചപ്പാകുമ്പോൾ അങ്ങനെ വെള്ളം കുടിക്കൂല. ഇതിൽ കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പ് ഇടുക, കുറച്ചേ വേണ്ടു. അതുകൊണ്ടാണ്. ബാക്കി ഇത് ഞാനിപ്പോൾ ഇവിടെ പിന്നെ പൊട്ടയും മിക്സിലാക്കി വെച്ചാൽ ഇതിൽ എന്തെല്ലാം ചാട്ടും വളവുണ്ട്, പിന്നെ ഇതുണ്ട്, കുമ്മായം ഉണ്ട്. ഇതാ കുമ്മായം കാണുന്നില്ലേ, കുമ്മായം. ഇതെല്ലാം കൂടി ആക്കി വെച്ചതാണ് ഇതിപ്പോൾ കുമ്മായം, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, ഇതെല്ലാം കൂടിയാണ് ഇതിപ്പോൾ ആക്കില്ല. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരാമല്ലോ. ഇതേപോലെ ഇതിൻ്റെ അടിയിൽ ദ്വാരെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് അടിയിലിട്ട്. ഇത് ഞങ്ങൾക്ക് വേഗം ഞാൻ കാണിച്ചു തരാം. ഇത് അധികം സമയം വൈകുന്നേരമായിപ്പോയി, അതിന് അധികം നേരം ഇല്ല, സമയമില്ല. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് കാണിച്ചു. ഇതിൻ്റെ അകത്ത് നമുക്ക് ലേശം നട്ട് നോക്കാമല്ലോ, എന്തുണ്ട് നോക്കാമല്ലോ. ഉണ്ടാ ഇതേപോലെ ഇത് നിറച്ചിട്ട് ഉണ്ടാ ഇതേപോലെ നിറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് നട്ട് നോക്കാമല്ലോ, എന്താ കിട്ടുമോ നോക്കാമല്ലേ. അതിനാണ് ഇത് നട്ടാൽ നമുക്ക് എന്തുണ്ട് മാറ്റമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്, കിട്ടുമോ നോക്കാമല്ലോ വെച്ചിട്ടാണ്. വിത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് എല്ലാം കുറേശ്ശെ അലുവിലെല്ലായിട്ട് നടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാ ഒരുപാട് വിത്തുണ്ട്. ഇതിപ്പോൾ എങ്ങനെയൊന്ന് നട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നേരല്ലോ നടലാന്ന്. ഇപ്പം ഇത് കണ്ട, ഞാനൊരു 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്നിച്ച് നടുവേന്ന്. ഉണ്ടാ 2 പൊടിക്കുന്നത് പൊടിക്കട്ടെ, ഇല്ലേ നമുക്ക് ജാസ്തി ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് വറവാക്കാം. പൊടിച്ച് വന്നിട്ടാകുമ്പോൾ ജാസ്തി പൊടിച്ചിട്ടുണ്ടെങ്കിലല്ല, നമുക്ക് പൊടിച്ചിട്ട് വറവാക്കാം കേട്ടോ. വറവാക്കിയാൽ നല്ല ഇതാണ്, വറവാക്കാൻ പറ്റും. ഇതേല പൊടിച്ച് വലുതായിട്ടാകുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് പറിച്ചിട്ട് പിന്നെ വറവാക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഞാനിപ്പോൾ ഇതിവിടെ ഒന്ന് നട്ട് വെച്ച് ഇനിയിപ്പോൾ രണ്ടാമത്തേത് നട്ട് വെക്കട്ടെ. 4 ബാഗ് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതെല്ലാം അടിമറിച്ചിട്ട് ഇതേപോലെ കൂട്ടി വെക്കുമ്പോൾ വട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട്. ബാഗിൻ്റെ ഇതേപോലെ തന്നെ കൂട്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഉണക്കച്ചപ്പിടിട്ട് നമുക്ക് ഓരോന്നോരോന്നിട്ട് വേഗമാവാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നട്ടിട്ട് നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാമല്ലോ. അതിനാണ് ഇതിനകത്ത് അഞ്ചോളം വളം കൊടുക്കാനൊന്നും കഴിയില്ല. അതിലാകുമ്പോൾ നമുക്ക് ഒരിക്കൽ വളം കൊടുത്തിട്ട് അങ്ങ് വെച്ചാൽ മതി. അതിനാണെങ്കിൽ വേണ്ടുന്ന വളം തേച്ച് ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ മുമ്പ് ഇതിനകത്ത് ഞാൻ ചീര നട്ട് നല്ല ഉഷാറായിട്ട് നന്നായി നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ലതാ വലിയ ചീര വന്ന് ഞാൻ മൂത്തും വിത്താക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മൂത്ത് ഞാൻ വിത്ത് എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, അങ്ങ് വിത്തപ്പത്തിൽ ഇഷ്ടംപോലെ വിത്താ. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് സീമക്കൊന്നയും കൂടി ഇട്ടേ. സീമക്കൊന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് വീഴുന്ന വളം വീട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് സീമക്കൊന്ന ഇടുന്നത്. ഇതിൻ്റെ അകത്ത് സീമക്കൊന്ന ഒരുപാട് തോലും വളം നിറച്ചാൽ നമുക്ക് ഇനി ഇടാനുണ്ടാവില്ല. ഇതിനാണ് ഇപ്പം കണ്ടില്ലേ. ഇതേപോലെ നിങ്ങളും എല്ലാം നട്ട് നോക്കാം. ഒന്നും സോപ്പിൻ്റെ പൊടി ഒന്നും കളയണ്ട, എല്ലാറ്റിലും നമുക്ക് നട്ട് നോക്കാം. കണ്ടില്ലേ, വേണ്ട ഇതേപോലെ മറക്കുക. ഇതിനുവേണ്ടി ആക്കി വെച്ചത് അതിനാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ കൊടുത്താലെന്ന് വെച്ചാൽ നമുക്ക് ഇത് വേണ്ട, പിന്നെ പോട്ടി മിശ്രം കുറച്ചേ വേണ്ടു. ഈ ഉണങ്ങി ഇതുമെല്ലാം പിന്നെ നല്ല മണ്ണിളക്കം ഉണ്ടാവും. മണ്ണിളക്കം വേണം അതിന് വേണ്ടിയിട്ടാണ്. എന്താ ഇതേപോലെ നട്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ട് നട്ടിട്ടുണ്ട്. 2-3 സ്ഥലത്തായിട്ട് 5-6 എണ്ണം വെച്ച് നട്ടിട്ടുണ്ട്. നട്ടിട്ടാകുമ്പോൾ നമുക്ക് വയ്യ ഇത് പറിച്ചെടുക്കാം. പൊടിച്ച് വരട്ടെ, പൊടിച്ച് വന്നിട്ടാകുമ്പോൾ മാറ്റി നടാം. എന്ന് വെച്ചാൽ അഥവാ ചേച്ചി കിട്ടിയില്ല, എല്ലാം ഒന്നും ജയിക്കണമെന്നൊന്നുമില്ലല്ലോ, എല്ലാം പൊടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. 2 എണ്ണം ഞാനിപ്പോൾ ഇവിടെ നിറച്ച് വെച്ചു. നിങ്ങൾക്ക് പിന്നെ നിറച്ചിട്ട് നിൽക്കാം. 4 നിറച്ചു, പിന്നെ 3 എണ്ണം നട്ടു. ഇനി ഒന്നും കൂടി നടാം. എൻ്റെ അത് കൂടി നട്ടെ കാണിച്ചു തരാം. ഇതും കൂടി എല്ലാം നിറച്ച് ഇനിയിപ്പോൾ നട്ടെ.
ഇതും കൂടി നട്ടിട്ട് ഉണ്ടാ അത് മതി. ഇതിപ്പം നട്ടു കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടല്ലോ 4 എണ്ണം ഞാനിപ്പോൾ ഇവിടെ നട്ട് വെച്ചിട്ടാ. ഇത് നമുക്ക് നട്ടിട്ട് എന്താകുന്നു നമുക്ക് നോക്കി നോക്കാലോ. ചീര ഉഷാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ചീര ഉഷാറായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ ഇതിൽ നടാന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതാ കണ്ടില്ലേ, ഇതാ 4 ബാഗിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടാ, ഇതാ 4 ബാഗിൽ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം അടിയിൽ പിന്നെ കരിയില ഇട്ടു, അതിൻ്റെ മേലെ സീമക്കൊന്ന് ചപ്പിട്ടു, അതിൻ്റെ മേലെ പോട്ടി മിശ്രിതം നിറച്ച്. പോട്ടി മിശ്രിതത്തിൽ അതെല്ലാം വെച്ചാൽ ആട്ടുംവളം, പിന്നെ ആട്ടുംവളമുണ്ട്, പിന്നെ വേറെ എല്ലുപൊടിയുണ്ട്, പിന്നെ കുമ്മായുണ്ട്, പിന്നെ വേപ്പും പിണ്ണാക്കുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ബോട്ടി മിശ്രിതത്തിനകത്ത് അതിന് കമ്പോസ്റ്റ് വളം വേറെ ഇട്ട് അതെല്ലാം കൂടി വേറെ കുഴച്ചതുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പം ഞാൻ കുഴച്ചിട്ടാണ് കൂടിയിട്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇത് കാണുക, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പ് അടിച്ചാൽ പിന്നെ പോയിന്റ് വരും. അതിന് ഹൈപ്പ് തന്നെ അടിക്കണം. എന്നിട്ട് താഴെ പോയിന്റ് വരും. ആ പോയിന്റ് കൂടി അടിച്ചാൽ ഒട്ടാകെ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും മേലെ. അതുകൊണ്ട് ഇത് കമൻറ്റിൻ്റെ ആടെയാണ്, ആടെയല്ല പോയിന്റ് അടിക്കേണ്ടത്. പോയിന്റ് അടിക്കാൻ ഇപ്പോഴത്തെ സൈഡിലുണ്ടാവും ഹൈപ്പ് അതന്നെ അടിക്കണം. ഇപ്പോൾ ഇത്രയുള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം